ഹായ്. ഇത്രയേറെ വന്നിട്ട് ഇല്ല, ഞാനിപ്പോ വന്നേ ഉള്ളൂ. അല്ല എനിക്കൊരു കാര്യം പറഞ്ഞോ. ഇല്ല താൻ പറഞ്ഞു. അതെ, ഈ അലയൻസ് എന്തിനാ വേണ്ടെന്ന് വെച്ചേ? എടോ ഞാൻ പറയുന്നത് എനിക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് സ്റ്റേബിളായിട്ടൊരു ജോലി പോലും ഇല്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ തന്നെ കൊണ്ട് ഞാൻ എങ്ങനെ എൻ്റെ ലൈഫിലോട്ട്. അപ്പൊ ജോലിയല്ലേ പ്രശ്നം, അല്ലാണ്ട് എന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നും അല്ലല്ലോ. എടോ ജോലി അത് വേണമല്ലോ, അതൊരു ഇമ്പോർട്ടൻ്റ് കാര്യമല്ലേ. എടോ തനിക്കൊന്ന് മൗറീഷ്യസ് ട്രൈ ചെയ്തൂടെ? അവിടെയാണെങ്കിൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് ആണെങ്കിലും ഡിപ്ലോമ ഇൻ ബിസിനസ് മാനേജ്മെന്റ് ആണെങ്കിലും 1 year കോഴ്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. $4,200 മാത്രമേ ഉള്ളൂ അവരുടെ ഫീസ്. പിന്നെ ഫ്രീ എയർ ടിക്കറ്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവിടെ ചെന്നിട്ടാണെങ്കിൽ അവർ ഫ്രീ ആയിട്ട് പിക്കപ്പും ചെയ്യും. അക്കോമഡേഷൻ 1 month വരെ ഫ്രീയാ. അത് മാത്രമല്ല, തൻ്റെ കോഴ്സിൻ്റെ കൂടെ പാർട്ട് ജോബ് അസിസ്റ്റൻസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മെഡിക്കലും. അപ്പം അത് ബെസ്റ്റ് ആയിട്ടുള്ളൊരു ചോയ്സ് അല്ലേ? തനിക്ക് അത് ട്രൈ ചെയ്തൂടെ? എടോ അതിന് ഏജൊക്കെ ഒരു പ്രോബ്ലം അല്ലേ? എനിക്ക് പോരാത്തിന് ഈ +2 ഒക്കെ ഒരു വിധത്തിലാണ് ഞാൻ പാസ്സായത് തന്നെ. എടോ ബാക്ക്ലോഗ്സ് ഒരു പ്രശ്നമല്ല, ഇവൻ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പോലും അത് കുഴപ്പമില്ല. പിന്നെ തനിക്ക് IELTS വേണ്ട, ഏജിന്റെ ഒരു പ്രശ്നമേ ഇവിടെ ഇല്ല. അത് മാത്രമല്ല, ഇനി എങ്ങാനും പ്രീവിയസ് വിസ റിജക്ഷൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും അതിവിടെ ആക്സെപ്റ്റബിളാ. എടോ താൻ പറഞ്ഞൊക്കെ ഓക്കെ, പക്ഷേ ഇത് മൊത്തം സ്കാം അല്ലേ? ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ഏജൻസിക്ക് എങ്ങനെയാണ്? അത് താൻ പേടിക്കണ്ട. എൻ്റെ അനിയത്തി ഇപ്പോൾ IRSലാണ് പഠിക്കുന്നത്. IRS മറ്റേ കോട്ടയം നാഗമ്പടത്തുള്ള, അറിയത്തില്ലേ? അപ്പൊ അവിടെയാണ് അവള് ജർമ്മൻ പഠിക്കുന്നത്. തനിക്ക് അവിടെ നോക്കിക്കൂടെ? അവിടെ ആണെങ്കിൽ ഒരു ട്രസ്റ്റഡ് ഏജൻസി ആണ്. തനിക്ക് ഒന്ന് അവിടെ പോയിട്ട് എൻക്വയറി ചെയ്തൂടെ? ഓക്കെ, അങ്ങനെ നോക്കാം, ട്രൈ ചെയ്യാം. അതെ ചെയ്യാൻ പറ്റേ? എനിക്ക് കുറച്ചാൾ വെയിറ്റ് ചെയ്യാൻ പറ്റും. ശരി, എനിക്ക് വേണ്ടിട്ട് കുറച്ചാളോടൊന്ന് വെയിറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. ഞാനൊന്ന് ആലോചിക്കട്ടെ. ഓക്കെ.